അങ്ങ് ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രധാനാധ്യാപകന്റെ മുറിയിൽ കത്തിച്ചാമ്പലാവാതെ ബാക്കി വന്ന ഒരു ബെഞ്ചിരിപ്പുണ്ട്. മഹാത്മാ അയ്യങ്കാളി കൈപിടിച്ച് സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്ന ദളിത് പെൺകുട്ടിയായ പഞ്ചമി ഇരുന്ന ബെഞ്ചാണ്. ബാക്കി പത്രം പോലെ പുത്തരിക്കണ്ടം വഴി കിഴക്കേക്കോട്ടയിലേക്ക് പാഞ്ഞു പോയ വില്ലുവണ്ടിയും ഇതുപോലെയാണ്. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ ഞങ്ങൾ പണിക്കിറങ്ങില്ല. നെല്ലിനു പകരം അവിടെ പുല്ലും കളയും വളരും. കേരളത്തിന്റെ സ്പാർട്ടക്കസ് ആയ മഹാത്മാ അയ്യങ്കാളി പറഞ്ഞതാണ്. അധസ്ഥിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള മുന്നേറ്റങ്ങളിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട പേരാണ് മഹാത്മാ അയ്യങ്കാളിയുടേത്. 1863 ഓഗസ്റ്റ് 28 പുലയ സമുദായത്തിലാണ് അയ്യങ്കാളി ജനിച്ചു വീഴുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമാണ്. അധസ്ഥിതരുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിനായി അദ്ദേഹം സമരം നടത്തുകയുണ്ടായി. സഞ്ചരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പൊതുവഴി ഉപയോഗിക്കാൻ, വസ്ത്രം ധരിക്കാൻ, കയറരുത് എന്ന് പറഞ്ഞിടങ്ങളിലൊക്കെ കയറുവാൻ വേണ്ടി അദ്ദേഹം വിപ്ലവങ്ങൾ ഉണ്ടാക്കി. 1893 വില്ലുവണ്ടി യാത്രയെക്കുറിച്ച് പറയാതെ കേരളത്തിന്റെ വിമോചന ചരിത്രം പൂർണ്ണമാകില്ല. തിരുവിതാംകൂറിലെ പൊതുവഴികളിൽ അധസ്ഥിതരെ അയിത്തം കൽപ്പിച്ച് വിരട്ടി ഓടിച്ചിരുന്ന കാലത്ത് നിന്നാണ് വില്ലുവണ്ടി സമരങ്ങൾ ഉണ്ടായത്. 1893 ഒരു പകലിൽ വിലക്ക് കൽപ്പിച്ചിരുന്ന പൊതുവഴികളിലൂടെ പുത്തരിക്കണ്ടം വഴി കിഴക്കേ കോട്ടയിലേക്ക് ഒരു വില്ലുവണ്ടി പാഞ്ഞുപോയി. ജാതി മേൽക്കോയ്മകളെ വിറപ്പിച്ചുകൊണ്ട് മണിമുഴക്കി ഒരു 28കാരൻ ആ വില്ലുവണ്ടിയിലുണ്ടായിരുന്നു. ധരിക്കരുത് എന്ന് പറഞ്ഞ തലപ്പാവ് വരെ എല്ലാം ധരിച്ച് നിൽക്കരുത് എന്ന് പറഞ്ഞ ഗാംഭീര്യത്തിൽ പിരിച്ചുവെച്ച മീശയുമായി മഹാത്മാ അയ്യങ്കാളി നിന്നു. തടയാനെത്തിയ ജാതി മേധാവിത്വങ്ങളെയും അനുയായികളെയും അയ്യങ്കാളി വിരട്ടി ഓടിച്ചു. അരയിൽ നിന്ന് ഊരിയെടുത്ത കത്തിയുമായി അദ്ദേഹം വെല്ലുവിളികൾ നടത്തി. 1891 മുതൽ 1893 വരെ പൊതുവഴികളിൽ ഉടനീളം ആ വില്ലുവണ്ടി നീങ്ങിക്കൊണ്ടേയിരുന്നു. അത് സമരവും മുന്നേറ്റവും. ഒടുക്കം തിരുവിതാംകൂർ രാജാവ് മുട്ടുമടക്കി പൊതുവഴി തുറന്നു കൊടുക്കാൻ ഉത്തരവിറക്കേണ്ട വിധം വിപ്ലവങ്ങളായി. 1900-കളിൽ അയിത്തജാതിക്കാരുടെ കുഞ്ഞുങ്ങളെ സ്കൂളുകളിൽ നിന്ന് വിലക്കി നിർത്തുകയും മടക്കി അയക്കുകയും ചെയ്ത കാലത്തു നിന്നാണ് അയ്യങ്കാളി കർഷക സമര ചരിത്രത്തിലെ വിഖ്യാതമായ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത്. സവർണാധിപത്യത്തെ വിറപ്പിച്ച മുന്നേറ്റങ്ങൾ അന്നുണ്ടായി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ ഞങ്ങൾ പണിക്കിറങ്ങില്ലെന്നും നെല്ലിന് പകരം അവിടെ പുല്ലും കളയും വളരുമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. ഒടുക്കമാണ് ഗത്യന്തരമില്ലാതെ സവർണർ മുട്ടുമടക്കുന്നത്. 1905 വേങ്ങാനൂരിൽ അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ കുത്തകകൾ പൊളിക്കുകയുണ്ടായി. പള്ളിക്കൂടം വെച്ചതിൽ വിറളി പൂണ്ട സവർണ മാടമ്പികൾ അന്ന് സ്കൂളിന് തീ വയ്ക്കുകയുണ്ടായി. അന്നും അയ്യങ്കാളിയും സംഘവും പോരാടി. 1907 തിരുവിതാംകൂർ രാജാവിന് അധസ്ഥിതർക്ക് വിദ്യാഭ്യാസം അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കേണ്ടി വന്നു. പുലയർ ഉൾപ്പെട്ട അധസ്ഥിത വിഭാഗത്തിലെ സ്ത്രീകൾ അടിമത്തബോധം തെളിയിക്കാൻ കഴുത്തൊടിയും വിധമുള്ള കല്ലുമാലകൾ ധരിക്കണമെന്നത് ജാത്യാചാരമാക്കി അന്ന് നിലനിർത്തിയിരുന്നു. കല്ലുമാല ബഹിഷ്കരണ സമരങ്ങൾ ഉണ്ടാകുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. കല്ലുമാല ബഹിഷ്കരിച്ചവരെ തുടർച്ചയായി സവർണർ ആക്രമിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തപ്പോൾ ചെറുത്തു നിൽക്കുവാനും പ്രതികരിക്കുവാനും അയ്യങ്കാളി ആഹ്വാനം ചെയ്തു. അധസ്ഥിതരന്ന് കൂട്ടായി ചെറുത്തു നിന്നു. 1915 കൊല്ലത്തെ പീരങ്കി മൈതാനത്ത് ഒത്തുചേർന്ന ആയിരങ്ങളോട് കല്ലുമാല പൊട്ടിച്ചെറിയാൻ അയ്യങ്കാളി ആഹ്വാനം ചെയ്തു. നൂറ്റാണ്ടിന്റെ വേദനയോടുകൂടി മനുഷ്യർ തങ്ങളുടെ പക്കലുള്ള കൊയ്ത്തരുവാള് കൊണ്ട് കല്ലുമാലകൾ പൊട്ടിച്ചെറിഞ്ഞു. കല്ലുമാലകൾ ഇല്ലാതെയാകുന്നത് അങ്ങനെയാണ്. അധസ്ഥിതരായ മനുഷ്യർക്കുൾപ്പെടെ അന്യായം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി അദ്ദേഹം സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുകയുണ്ടായി. പരിപാലന സംഘത്തിന്റെ പ്രവർത്തനം വഴി 1000-എന്നും 10,000-എന്നും എണ്ണമില്ലാതെ അധസ്ഥിതർ വിദ്യാഭ്യാസം നേടി. തിരുവിതാംകൂർ പ്രജാസഭയിൽ സാമാജികനായി പോവുകയും അധസ്ഥിതരുടെ തൊഴിൽ, വിദ്യാഭ്യാസം, സാമ്പത്തികാവസ്ഥ എന്നിവയ്ക്കുമേൽ അയ്യങ്കാളി വിഖ്യാതമായ പ്രസംഗങ്ങൾ നടത്തുകയും സഭയുടെ ശ്രദ്ധ കൊണ്ടുവരികയും ചെയ്തു. 1941 ജൂൺ 18 77-ാം വയസ്സിൽ മഹാത്മാ അയ്യങ്കാളി മരിക്കുമ്പോൾ ഒരു മഹായുസിന് ചെയ്യാൻ സാധിക്കുന്നതിലധികം അദ്ദേഹം ചെയ്തു തീർത്തിരുന്നു. അദ്ദേഹം അഴിച്ചുവിട്ട വില്ലുവണ്ടി പിന്നെയും കേരളത്തിലുടനീളം പാഞ്ഞുകൊണ്ടേയിരുന്നു. വരുന്ന നൂറ്റാണ്ടിലൂടെ ഈ യുഗാന്ത്യം വരെ അതിങ്ങനെ പോകും, പകരം വയ്ക്കാനാകാതെ.